അർത്ഥം അറിയാതെ വളർന്ന ഒരാളുടെ ഹൃദയത്തിൽ ആദ്യമായി സ്നേഹം ഇടം പിടിക്കുമ്പോൾ അതൊരു പുതുമയുടെയും ആശങ്കയുടെയും ലോകമാണ് തുറക്കുന്നത്. നേരത്തെ അനുഭവിച്ചിട്ടില്ലാത്ത ഈ അതിമനോഹരമായ വികാരം ആദ്യം വിഷമമായി തോന്നുമെങ്കിലും അതിൻ്റെ കനിഞ്ഞു വന്ന സ്നേഹസ്പർശം അവളുടെ ജീവിതം മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. നേരത്തെ ശൂന്യമായിരുന്നതുപോലെ തോന്നിയ ജീവിതം പെട്ടെന്ന് നിറമുള്ളതായും ഉണർവുള്ളതായും തോന്നുന്നു. ഒറ്റപ്പെട്ടതായിരുന്ന ആളുടെ ഹൃദയത്തിൽ ഒരിക്കൽ കയറി വന്ന സ്നേഹം അളക്കാൻ കഴിയാതെ ആന്തരിക സമാധാനവും കരുതലും അവളിൽ നൽകുന്നു. ഇന്നത്തേക്ക് ഇത് മതി കേട്ടോ, എല്ലാവരും പൊക്കോളൂ. ശരി ടീച്ചർ. എന്റെ കൃഷ്ണ, സമയം വൈകിയല്ലോ, ബസ് ഇപ്പൊ പോവും. ഇന്നും കെട്ടിയൊരുങ്ങി പോകുന്നുണ്ട്. എവിടേക്കാണെന്ന് ആർക്കറിയാം. തന്നെ ചില ദിവസങ്ങളിൽ രാത്രി ആയിരിക്കും കയറി വരുന്നത് പോലും. അതെങ്ങനെ തന്നേ തള്ളൊന്നുമില്ലല്ലോ ചോദിക്കാനായിട്ട്. തന്നിഷ്ടത്തിനെല്ലാം ചെയ്യല്ലേ. അല്ലേലും നമ്മൾ നാട്ടുകാരെ പറഞ്ഞാൽ മതി ഇവളെപ്പോലുള്ളവരിവിടെ നിർത്തുന്നതിന്. അതെ, ശരിയാക്കാം. ഒരു ദിവസം അവള് നമുക്ക് കൈയോടെ പിടിക്കാം. ഇന്നും നേരത്തെ ആണല്ലോ വൈദേഹിനി. സോറി ചേച്ചി, ഇന്നലെ രാത്രി പണി കഴിഞ്ഞപ്പോൾ വീട്ടിലെത്താൻ വൈകി. എടി, എനിക്കറിയാൻ മേല എനിക്ക് ചോദിക്കുക, നിനക്കൊരാൾക്ക് ജീവിക്കാൻ എന്തിനാ ഇത്രയും സമ്പാദിക്കുന്നത്? രാവിലെ പിള്ളേരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ, അത് കഴിഞ്ഞ് രാത്രി വീട്ടിൽ പോയി സംഗീതം പഠിപ്പിക്കും, എന്നിട്ട് 10-10:30 വീട്ടിൽ കയറും. നിന്റെ ആരോഗ്യം നീ നോക്കണം കുട്ടിയെ, എന്നാലേ നാളേക്ക് ജീവിക്കാൻ കഴിയൂ. ഇപ്പൊ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നത് ആസ്വദിക്കാനും സാധിക്കൂ. അറിയാൻ ചേച്ചി, പക്ഷേ ഒരിക്കലെല്ലാം ശരിയാവുമെന്ന് കരുതുന്നു. അങ്ങനെ ഒരു വിശ്വാസവുമുണ്ട്. എനിക്കായിട്ട് ആരെങ്കിലും വരും. ഇതിൽ നിന്നെല്ലാം ഞാൻ സ്വതന്ത്രയാവും. നിന്റെ വിശ്വാസം നിന്നെ തളർത്താതിരിക്കട്ടെ. പോയി പണി തുടങ്ങിക്കോ. ശരി ചേച്ചി. സംഘർഷം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് മേൽ ഇന്ത്യ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഇറാൻ. വിദ്യാർത്ഥികളെ തിരികെ എത്തിക്കാൻ ഇന്ത്യക്ക് മാത്രമായി ഇറാൻ വ്യോമാതിർത്തി തുറന്നു. ഇസ്രായേൽ ആണവോർജ പദ്ധതികൾ ആക്രമിക്കുന്നത് രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമെന്ന് ഖത്തറും സൗദി അറേബ്യയും. ഇറാൻ നീ ഇത് എന്തുവാ കാണിക്കുന്നേ? സമയമില്ലാത്ത നേരത്തെ TV കണ്ടിരിക്കുകയാണ്. വന്ന് യൂണിഫോം ഇട് കണ്ണാ. അല്ലേലും വിചാരിക്കുന്ന സമയത്ത് ഒരു ഹർത്താൽ പോലും ഉണ്ടാവില്ല. എന്തിന്? അപ്പൊ ക്ലാസ് ഉണ്ടാവില്ലല്ലോ. 10ലാണെന്നുള്ള ബോധമുണ്ടോ നിനക്ക് കണ്ണ? 10ാം ക്ലാസ് പാസ്സാവാത്ത ഒരുപാട് പേര് ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. എന്ന് വെച്ചാ നീ പരീക്ഷയ്ക്ക് തോൽക്കുമെന്ന്? കണ്ണ വാങ്ങിക്കും നീ. അയ്യോ നാട്ടാരേ, എന്റെ അമ്മേനെ തല്ലിക്കൊല്ലാൻ വരുന്നീ. ഈശ്വര, ഈ ചെക്കൻ്റെ ഒരു കാര്യം. നീ അവളെ കണ്ടോ? കണ്ട്. എത്ര പെട്ടെന്നാണല്ലേ പെൺകുട്ടികൾ വളരുന്നത്. ശരിയാ, ഒന്ന് നോക്കിയാലോ? നോക്കാം. ഒരു രാത്രിക്കല്ലേ, പൈസ കൊടുത്താൽ ചെയ്യാണ്ടിരിക്കില്ല. പുറത്തും ഇത് തന്നെയല്ലേ പരിപാടി. കുറച്ച് കൂടുതൽ കൊടുത്തു നോക്കാം. വാ മോളെ വൈദേഹി. എന്താ ചേട്ടാ? ഇന്ന് ഒരു രാത്രി നീ ഞങ്ങൾക്ക് തരോ? എന്ന് വെച്ചാൽ? നീ സിറ്റിയിൽ പോയിട്ട് ചെയ്യുന്നത് എന്താണ്? അതന്നെ, എത്രാന്ന് വെച്ചാ പറഞ്ഞാ മതി, തരാം. എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം എന്നോട് നിങ്ങൾക്കിത് സംസാരിക്കാൻ തോന്നിയത്? ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം മക്കളുടെ പ്രായമല്ലേ എനിക്കുള്ളൂ. അതിനിപ്പോ എന്താ, നീ പുറത്ത് ഇത് തന്നെയല്ലേ? അതോ ചെറിയ പിള്ളേരെയാണോ നീ നോക്കുന്നത്? വൃത്തികേട് പറയരുത് ചേട്ടാ. ആൾക്കാര് വരുന്നു. തെണ്ടികൾ. എന്താ പ്രശ്നം? എന്റെ പൊന്ന് രതീഷേ, ഈ കൊച്ചുണ്ടല്ലോ എന്നെ ഇവനെയും കൂടെ കിടക്കാൻ വിളിക്കുന്നു. ഒന്നില്ലെങ്കിലും ഞങ്ങൾ മകളെ പോലെ കാണുന്ന കുട്ടിയല്ലേ, അതുകൊണ്ട് വരില്ലെന്ന് പറഞ്ഞു. അതിനാ ഈ കിടന്ന് ബഹളം വെക്കുന്നത്.
രതീഷേ, എത്രയും പെട്ടെന്ന് നീ ഇവളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടോ, ഇല്ലെങ്കിൽ നിനക്കിനൊരു ചീത്തപ്പേര് വരും. അയ്യോ, ഇതെല്ലാം കള്ളാണ് രതീഷേട്ടാ. ഞാനല്ല, ഇവരെന്നോട് മോശമായിട്ട് പെരുമാറിയേ. എന്നെ കൂടെ കിടക്കാൻ വിളിച്ചതും ഇവരാ. എന്റെ ഭർത്താവിനെ കുറിച്ച് വൃത്തികേട് പറയുന്നോടി. അമ്മ, അവിടെ എന്താ പ്രശ്നം? അറിയില്ല കണ്ണ, വാ നോക്കാം. സത്യമാണ് ചേച്ചി ഞാൻ ഈ പറയുന്നത്. ഞാനൊന്നും തന്നെ ചെയ്യുകയോ പറയുകയോ ചെയ്തില്ല. ഇവരെ എന്നെ. ഇനി നീ ഒന്നും പറയണ്ട, ഇറങ്ങിക്കോ. എന്താ പ്രശ്നം? ആ ഗീതേച്ചി, അതിനിപ്പോ ഇവിടെ എന്താണ് തെളിവ്? ഈ രണ്ടുപേര് പറഞ്ഞതാണോ? ഒരാള് നിങ്ങൾ ഇങ്ങനെ അധിക്ഷേപിക്കാൻ പാടില്ല. ആ കുട്ടി ഇതുവരെ ഒരു തെറ്റും ഇവിടെ നിന്നിട്ട് ചെയ്തിട്ടില്ല. അത് ശരിയായിരിക്കാം, പക്ഷെ ഇപ്പോ ഇവരിത് പറയുന്നത് കേട്ടപ്പോ. പറഞ്ഞതല്ലേ കേട്ടുള്ളൂ, ആരും നേരിട്ട് കണ്ടില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ആ കുട്ടിയെ ഇപ്പൊ വെറുതെ വിടണം. ഇനിയും അത് ആവർത്തിച്ചാൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. ശരി ഗീതേച്ചി. മോള് ഉള്ളിൽ കയറി ചെല്ല്, പേടിക്കണ്ട കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. അമ്മ, നാളെ ആ ചേച്ചിനെ പോയിട്ട് അമ്മ ഒന്ന് സമാധാനിപ്പിക്കണം. അതെന്താ കണ്ണാ? അല്ല, ആ ചേച്ചിയുടെ മുഖം കണ്ടാൽ അറിയാം ബാക്കിയുള്ളവരാ തെറ്റ് ചെയ്തേന്ന്. അതമ്മയ്ക്കും തോന്നി. നാളെ അമ്മ എന്തായാലും ചെല്ലുന്നുണ്ട്. ഞാനും വരാം, അമ്മ ഒറ്റയ്ക്ക് പോണ്ട. അല്ല, അവിടെയുള്ള ആൾക്കാരൊന്നും ശരിയല്ല, അതുകൊണ്ട് എനിക്ക് അമ്മനെ ഒറ്റയ്ക്ക് വിടാൻ പേടിയാ. ആയിക്കോട്ടെ, ഇപ്പൊ മോൻ പഠിക്ക്. മോളെ. നമസ്കാരം. നമസ്കാരമുണ്ട് കുട്ടിയെ. ഞാൻ ഗീത. അറിയാം. അതെങ്ങനെ അറിയാം? അത് പിന്നെ ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരെ അറിയാണ്ടിരിക്കോ? അതെന്റെ കെട്ടിയ സമ്പാദിച്ചിരുന്ന സമയത്തുള്ള കാര്യം. ഇപ്പൊ അദ്ദേഹം മരിച്ചില്ലേ? എങ്കിലും ഇവിടെയുള്ള എല്ലാവർക്കൊക്കെ നിങ്ങളെ വലിയ കാര്യ. പിന്നെ ഇന്നലെ എന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അത് സാരില്ല. ശരിക്കും എന്താ ഉണ്ടായ കുട്ടിയെ? അത് അവരാ. ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പം എന്നോട് സാരില്ല കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെയാ. ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ജീവിക്കുന്നത് കണ്ടാൽ നാട്ടുകാർക്കത് പിടിക്കില്ല. പിന്നെ ഇതുപോലെ ചൊറിച്ചിലുള്ളവർ ആ പെണ്ണിനെ വെറുതെ വിടില്ല. ആ കുട്ടി ആത്മഹത്യ ചെയ്യാവുന്നത് വരെ അവരെ വേദനിപ്പിക്കുകയും ഇതേപോലെ നമ്മളെ ശല്യപ്പെടുത്തുകയും ചെയ്യും. എന്തോ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയതുകൊണ്ടാവാം ഇവിടെ ആരും അങ്ങനെ മോശമായിട്ട് പെരുമാറുന്നൊന്നുമില്ല. പിന്നെ ഞാനൊരു അമ്മ കൂടി ആയതുകൊണ്ട് അതിൻ്റെ പ്രശ്നമില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവും ഓരോ പെൺകുട്ടികളുടെയും വേദനകൾ. ഒരുപാട് നന്ദിയുണ്ട്, എന്നെ നിങ്ങളെങ്കിലും മനസ്സിലാക്കുന്നുണ്ടല്ലോ, അതെന്നെ വലിയ കാര്യം. ഈ മോള് കരയില്ലേ? മോൾക്കിനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് പറയണം. നീ എന്നെ ഒരു ചേച്ചിയായിട്ട് കണ്ടാൽ മതി. ഇടയ്ക്ക് എൻ്റെ വീട്ടിലോട്ടൊക്കെ വാ, ഞാനും ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരാം. പിന്നെ ഇതെൻ്റെ മോൻ ശ്യാം, 10ലാ പഠിക്കുന്നത്. നീ ഇവനെ നിൻ്റെ കുഞ്ഞനിയനായിട്ട് കണ്ടോ? എന്താ അവന് ഇത്രയും ദേഷ്യം? അവന് എന്നെ ഇഷ്ടമല്ലേ? അയ്യോ അല്ല, അവന് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. അവന് ചില സമയത്ത് ഇങ്ങനെ ഭയങ്കര കുറുമ്പാന്നേ. ഇപ്പൊ നേരത്തെ ഞാനൊന്ന് കളിക്കാൻ പോണ്ടെന്ന് പറഞ്ഞായിരുന്നു, അതിന്റെ ദേഷ്യാവും. അമ്മേ, ചായക്ക് എന്തുവാ? പഴംപൊരിയാ കണ്ണാ. ശരിക്കും? താങ്ക് യു അമ്മ, ലവ് യു സോ മച്ച്. എന്നാ നീ ഇതെവിടെ ഇരുന്ന് കഴിക്കേ. ഞാനിത് കൊണ്ട് വൈദൂന് കൊടുത്തിട്ട് വരാം. നിന്നമ്മ, അമ്മ എങ്ങോട്ട് പോന്നേന്ന്? വൈദൂന് അവൾക്ക് പഴംപൊരി കൊടുക്കാന്ന് കരുതി. അമ്മ പോണ്ട, ഞാൻ പോവാം. ഞാൻ പോവാം. അമ്മ എന്തിനാ ഈ വയ്യാത്ത കൊടുത്ത് അത്രയും നടക്കുന്നേ? ഞാൻ പോയി കൊടുത്തിട്ട് വേഗം വരാം. എന്നാ ചെല്ല്. ഞാനൊന്ന് പോയി കൈയും കാലും കഴിയിട്ട് വേഗം വരാം. ചെല്ല്.
ശോ, സുന്ദരനെ. ഈ മുഖം കണ്ടല്ലേ എന്തായാലും വീഴും. അമ്മയോടെ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലെങ്കിൽ പിന്നെ ചോദ്യമായി പറച്ചിലായി. വേണ്ട വേണ്ട, എന്നെ ഈ കോലത്തിൽ കണ്ട വേറെന്തെങ്കിലും വിചാരിക്കും. വേഗം ഓടിക്കോ. അയ്യോ, വാതില് ലോക്കാണല്ലോ. അപ്പൊ ഇവിടെ ഇല്ലേ? ഷേ, എത്ര ഒരുങ്ങിയത് വെറുതെ. അമ്മേ, വീഴിലെ. എന്താടെ കണ്ണ നോക്കി നടക്കട്ടെ, രണ്ടെണ്ണം ഇപ്പൊ നിലത്ത് വീണില്ലേ? വേദനിച്ചോ? ഇല്ല. എന്താ ഇവിടെ? ഞാനിത് അമ്മ തന്നയച്ചതാ. എന്തേത്? പഴംപൊരി ഇഷ്ടല്ലേ? ഓ, എനിക്ക് ഭയങ്കര ഇഷ്ടാ. സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. താങ്ക് യു സോ മച്ച്. അമ്മയോട് പറയാട്ടാ. ആ, പറയാം. അല്ല, ഇന്ന് നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ എൻ്റെ അനിയൻകുട്ടൻ. ഞാൻ അനിയൻകുട്ടനൊന്നല്ല. നിനക്ക് എന്റെ പേര് വിളിച്ചാ പോരെ? നീയെന്നോ? ഞാൻ നിന്നങ്ങോട്ട് 5 വയസ്സ് മൂത്തതല്ലേ? അപ്പൊ ചേച്ചിയെന്ന് വിളിക്കണം. എനിക്ക് ചേച്ചി ഒന്നും വിളിക്കാൻ പറ്റില്ല. അതെന്താ? അതിന് ഞാൻ നിന്നെ ചേച്ചി ഒന്നായിട്ട് കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, ഞാൻ ഫ്രണ്ടായിട്ടാ കണ്ടേക്കുന്നത്. എനിക്ക് ചേച്ചിയാക്കാൻ പറ്റൂല. ഓ, എങ്കിൽ അങ്ങനെ മതി. നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വിളിച്ചു. അപ്പൊ ശരിടി, ഞാൻ പോണ്. ചെല്ല്. ഹലോ ഗീതേച്ചി, എന്താ വിളിച്ചേ? അതെ, നാളെ കണ്ണൻ്റെ 16ാമത്തെ ബർത്ത്ഡേയാ. അപ്പം ഞാൻ കരുതി ഒരു കേക്ക് മുറിക്കാന്ന്. എന്തായാലും ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. പിന്നെ നിന്നെ വിളിക്കാന്നും കരുതി. മോള് നാളെ വരുമോ? ഞാൻ വരാം. ശരി എന്നാ. ശരി. കണ്ണാ എണീക്കടാ. എന്തോ അമ്മ? ഇന്ന് നിന്റെ പിറന്നാളായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുവാ? എനിക്ക് ഉറക്കം വരുന്നു. ഇങ്ങനെ കിടന്നു. അപ്പൊ വൈദ്യ വരുമ്പോ നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാ മതി കേട്ടോ. കേക്കൊന്നും മുറിക്കണ്ട. ആര് വരുന്നു? വൈദു. ശരിക്കും വരോ? ആടാ, നിന്റെ പിറന്നാളാണെന്നും കേക്ക് മുറിക്കുന്നുണ്ടെന്നും വരണമെന്നും പറഞ്ഞപ്പോ വൈദു വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. എന്നാ വേഗം ചെല്ല്. ഗീതേച്ചി, ദൈവമേ, ഈ സാരിയിൽ കാണാൻ എന്ത് സുന്ദരിയാടി. കേറ് കേറ്, അകത്തേക്ക് കേറി വാ. അയ്യോ വാവേ, എന്തു പറ്റി? ഒന്നും പറയണ്ട. അവൻ ബാത്റൂമിൽ കുളിക്കാൻ കയറിയതാ. കാലൊന്ന് വഴുതി, ഒന്ന് ഉളുക്കി. അപ്പൊ വൈദ്യരെ കണ്ടിരിക്കുക. എന്റെ ഈശ്വര, കണ്ണ പിറന്നാളായിട്ട് കാലിങ്ങനെ ഉളുക്കി വെച്ചേക്കുക. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഹായ്, വൈദ്യുവിന്റെ വീട്ടിലേക്ക് വരാൻ പോകുന്നത്. യോ യോ യോ. ഹെമ്മേ, എന്റെ ഗുരുവായൂർ മുത്തപ്പ. കുളി കഴിഞ്ഞിറങ്ങിയപ്പോ തിരിഞ്ഞപ്പോ കാല് തിന്നിട്ട് അങ്ങനെ പോയതാ. നല്ല വേദന എടുത്തോ? ഇല്ല. ഇനി സൂക്ഷിച്ചൊക്കെ നടക്കണം കേട്ടോ. നീ ശ്രദ്ധിക്കാത്തോണ്ടല്ലേ ഇപ്പൊ ഇത്രയൊക്കെ പറ്റിയത്. ഇനി ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിക്കാം. എന്നാ പിന്നെ കേക്ക് മുറിക്കാം. അമ്മ മുറിക്കാം. അങ്ങനെ ദിവസങ്ങളും വർഷങ്ങളും കടന്നുപോയി. നമ്മുടെ കണ്ണിന് വൈദ്യനോട് വല്ലാത്ത പ്രണയമാ. എന്നാ വൈദ്യനോ അവൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ ആയിരുന്നു. ഇതിനിടയിൽ ഗീതേച്ചി നമ്മുടെ വൈദ്യന് കുറേ കല്യാണാലോചനകൾ കൊണ്ടുവന്നു. പക്ഷെ കണ്ണനാണെന്നുണ്ടെങ്കിൽ ആ കല്യാണാലോചനകളൊക്കെ മുടക്കും. ഒന്നില്ലെങ്കിൽ ചെക്കനെ കാണാൻ കൊള്ളില്ല, ചെക്കൻ്റെ കുടുംബക്കാർ കൊള്ളില്ല, ചെക്കന് കഷണ്ടിയുണ്ട്, ചെക്കന് വിദ്യാഭ്യാസം പോരാ, ഇങ്ങനെയൊക്കെ കുറേ കള്ളങ്ങൾ പറഞ്ഞ് അവനത് മുടക്കിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ നമ്മുടെ കണ്ണൻ നമ്മുടെ വൈദ്യ ജോലി ചെയ്യുന്ന സിറ്റിയില്ലേ, അവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാണ്. അതുകൊണ്ട് അവർ രണ്ടുപേരും ഒരുമിച്ചാണ് പോവാറ്. ശേഷം കഥയിൽ. മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരു മാറി മുകിലിനെ പ്രണയിച്ചു പോയി. മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരു മാറി മുകിലിനെ പ്രണയിച്ചു പോയി. പൂവമ്പനമ്പലത്തിൽ പൂജയ്ക്കു പോകുമ്പോൾ പൊന്നും മിന്നും
ഡാ എന്താലോചിച്ചിരിക്കടാ? ഒന്നുമില്ല. നിന്റെ ചേച്ചിനെ ആലോചിച്ചിരിക്കും. ഡാ, അവളെന്റെ ചേച്ചിയല്ല, എന്റെ ഫ്രണ്ടാ. എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. എടാ, ഒന്നില്ലെങ്കിൽ അവള് നിന്നെ കേട്ട 5 വയസ്സ് മൂത്തല്ലേ. നീ എന്തിനാ അവളുടെ പിന്നാലെ നടക്കുന്നേ? കുറേ ചെറിയ പെൺകുട്ടികളുണ്ട്, അവരെ വളച്ചൂടെ? എടാ, എന്നെപ്പോലെ ഇന്ന് കാണുന്ന ആളെ പ്രേമിക്കുക, നാളെ കാണുന്ന ആളെ പ്രേമിക്കുക എന്നതല്ല എൻ്റെ പോളിസി. ഇതേ എൻ്റെ ദിവ്യമായ പ്രണയമാണ്. അതും ഒരുപാട് വർഷങ്ങളായിട്ട് മനസ്സേ കൊണ്ട് നടക്കുന്ന പ്രണയം. നിനക്ക് അതിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയില്ല. ഓ, എനിക്കറിഞ്ഞൂടാ. ഈ വാല്യൂ ഉള്ള ആളെന്തേ പോയി പറയാത്തത്? പേടിയായിട്ടും. എനിക്ക് പേടിയോ അവളെങ്ങാനും എന്നെ വേണ്ടാന്ന് വെച്ചാലോ? ആദ്യം നീ പറയേ. ഇത്ര നാള് നീ മിണ്ടാണ്ടിങ്ങനെ ഇരിക്കും. എത്ര കല്യാണങ്ങളിൽ നീ മുടക്കും. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ അവളായിട്ട് തന്നെ വേറെ ചെക്കനെ കണ്ടുപിടിക്കും. ഡാ, ചങ്കെ കൊള്ളണ വർത്താനം പറയരുത്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. നീ ഒന്ന് ഓപ്പൺ ആയിട്ട് സംസാരിച്ചു നോക്ക്. എന്തെങ്കിലും ആവുകയാണെങ്കിൽ നല്ലതല്ലേ? നോക്കാം. ഇങ്ങനെ പോയാൽ പറ്റില്ല. അഭി പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് പ്രപ്പോസ് ചെയ്യണം. അവൾക്കും പ്രായം കൂടിക്കൊണ്ടിരിക്കുക. ഇനിയും വെച്ച് നീട്ടാൻ നിന്നാൽ ശരിയാവില്ല. ഹലോ കണ്ണ, എന്തേടാ? വൈദ്യു, നീ ഇപ്പോൾ ഫ്രീ ആണോ? ആടാ, കഴിഞ്ഞു. ഞാൻ കുറച്ചു നേരം കഴിയുമ്പോൾ ഇറങ്ങും. ഞാൻ പറഞ്ഞതേ, നാളെ നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയാലോ? പിന്നെന്താ? നാളെ ഞാൻ വണ്ടി വന്ന് കൊണ്ടുപോവാം. ഓക്കേടാ. എന്നാ ഞാൻ വെക്കട്ടെ. ശരി. വേറെ ഒന്നുമില്ലല്ലോ? ഇല്ല. ശരി എന്നാ. എന്തുകൊണ്ട് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങിയൊക്കെ? ഞാനൊരു ഡേറ്റിന് പോവാ. ആരുടെ ഒപ്പം? വൈദ്യുവിന്റെ ഒപ്പം. ഓ, ഞാൻ തെറ്റിദ്ധരിച്ചു. എന്നാ പോയി ഡേറ്റ് ഒക്കെ ചെയ്ത് പ്രപ്പോസലൊക്കെ ചെയ്ത് ആക്സെപ്റ്റൻസ് ഒക്കെ വാങ്ങിച്ചിട്ട് വാ. എന്നിട്ട് നീ എനിക്ക് ചെലവ് എന്താ? ഓ, ആയിക്കോട്ടെ തമ്പ്ര, ഞാൻ ഇറങ്ങുവാണേ. ആടാ, ബൈ. റെഡി പുറത്തിറങ്ങിക്കാൻ പറയാം. വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. വൈദ്യു എടുക്ക്. ഹലോ വൈദ്യു, ഞാനിപ്പോ ഇറങ്ങും കേട്ടോ. എടാ, എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തു പറ്റി? എനിക്ക് ചെറിയ പനിയുണ്ട്. നീ വരുമ്പോൾ കുറച്ച് മെഡിസിൻ വാങ്ങിച്ചിട്ട് വരോ? ഞാനിപ്പോൾ വരാം. ഒരു യുഗം ഞാൻ തപസ്സിരുന്നു ഒന്നു കാണുവാൻ. കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. ഒരു യുഗം ഞാൻ തപസ്സിരുന്നു ഒന്നു കാണുവാൻ. കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു. മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു. ഹൃദയ മൃദുല തന്ത്രേന്ദി ദേവാമൃതം. വൈശാഖ സന്ധ്യ നിൻ ചുണ്ടിലിന്റെ ഹരുമ സഖിത നദരകാന്തിയോ. എന്നാ ഈ മരുന്ന് കഴിച്ചേ. ഓക്കെ, ഇനി എൻ്റെ വൈദ്യുക്കുട്ടിക്ക് പെട്ടെന്ന് ഓക്കെ ആവും. എന്താ നോക്കുന്നേ? ഒരുപാട് നന്ദിയുണ്ട് കണ്ണ. എന്തിന്? എന്നെ ഇങ്ങനെ നോക്കുന്നതിന്. അതെ, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വക കാര്യങ്ങൾക്കൊന്നും നന്ദി പറയരുതെന്ന്. അറിയാണ്ട് പറഞ്ഞു പോകുന്നതാടാ. എൻ്റെ ജീവിതത്തിൽ ആരും തന്നെ എന്നെ ഇങ്ങനെ നോക്കിയിട്ടില്ല. ആദ്യമായിട്ട് ഒരാൾ എന്നെ ഇങ്ങനെ നോക്കുന്നത് കണ്ടപ്പോൾ പറ്റുന്നില്ല. എന്നെൻ്റെ വൈദ്യുക്കുട്ടി കേട്ടോ, ഇനി ഞാൻ നിന്നെ എന്നും നോക്കും. എൻ്റെ മരണം വരെ ഞാൻ നിന്നെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നീ ചോദിക്കേ. അല്ല, നിനക്ക് വല്ല ഗേൾ ഫ്രണ്ട് ഉണ്ടോ? അതെന്താ ഇപ്പം ഇങ്ങനെ ചോദിച്ചേ? അല്ല, ഇത്രയും സുന്ദരനായിട്ടും ഇത്രയും പ്രായമായിട്ടും നിനക്ക് ഗേൾ ഫ്രണ്ട് ഇല്ലാന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതോ നീ എൻ്റെ അടുത്തൊന്ന് ഒളിച്ചു വെച്ചോ? നീ എന്താണ് വൈദ്യു ഇങ്ങനെ സംസാരിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും ഞാൻ ആദ്യം ചോദിക്കുന്നതും പറയുന്നതും നിൻ്റെ അടുത്താ. അപ്പം പിന്നെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത് ഞാൻ നിൻ്റെ അടുത്തല്ല ആദ്യം പറയൂ. അല്ല, നീനിത് ഒളിച്ചു വെച്ചതാണെങ്കിലോ? എനിക്ക് ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഗേൾ ഫ്രണ്ട് ഇല്ല? ഇല്ല. ക്രഷ് ഉണ്ട്. ആഹാ, എന്നിട്ട് ഇഷ്ടം പറയുന്നില്ലേ? പറയണം, പക്ഷെ പുള്ളിക്കാരെ ആക്സെപ്റ്റ് ചെയ്യുമോന്ന് എനിക്ക് അറിയില്ലല്ലോ. അതിന് നീ പറഞ്ഞാലല്ലേ ആക്സെപ്റ്റ് ചെയ്യൂ. അപ്പൊ നീ പറയണം. പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷെ സാഹചര്യം അനുകൂലമായില്ല. അശോ, അപ്പൊ എത്ര വർഷമായി ഈ ക്രഷ് വന്നിട്ട്?
ഒരു 15-20 വർഷങ്ങൾക്ക് മുന്നാണെന്ന് തോന്നുന്നു. അപ്പൊ നിനക്ക് എത്ര വയസ്സ്? ഒരു 10-11 വയസ്സുണ്ടാവും. അത്ര ചെറുപ്പത്തിലോ? ഇപ്പോഴുണ്ടോ ആ ക്രഷ്? പിന്നല്ലാതെ അതിനൊരു മാറ്റവും കോട്ടവും വന്നിട്ടില്ല. ആഹാ, എന്നാ പറയ്, എങ്ങനെയാ ആൾ ആദ്യം കണ്ടത്? പുള്ളിക്കാരിയെ കാണാൻ എങ്ങനെയാ? സുന്ദരിയാ, ഒരുപാട് സുന്ദരിയാ. ആ നാട്ടിലെ തന്നെ ഏറ്റവും സുന്ദരി അവളായിരുന്നു. പക്ഷേ അവളുടെ പുറം ഭംഗിയേക്കാൾ എനിക്കിഷ്ടം അവളുടെ അകത്തുള്ള ഭംഗിയായിരുന്നു. പുറമേ കാണുന്ന സൗന്ദര്യത്തെക്കാൾ നല്ല സൗന്ദര്യം അവളുടെ ഹൃദയത്തിനും അവളുടെ മനസ്സിനും ഉണ്ടായിരുന്നു. റൊമാൻസ് വരുന്നടാ. എന്നിട്ട് ഞാൻ അന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുക. എനിക്ക് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ തൊട്ടപ്പുറത്ത് ഈ പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കലേ എനിക്കെന്തോ അസ്വസ്ഥത വന്നു. ഞാൻ കുറച്ചേരം തല വെച്ച് കിടന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ കണ്ണു നോക്കുമ്പോൾ ഹോസ്പിറ്റലിലാണ്. എടുത്ത് അമ്മ നിന്ന് കരയുന്നുമുണ്ട്. ഇടയ്ക്ക് വെച്ച് അമ്മയുടെയും ഡോക്ടറുടെയും സംസാരം കേൾക്കുമ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. പരീക്ഷ എഴുതലെ ഞാൻ കിടന്ന് ഉറങ്ങിന്ന എല്ലാവരും കരുതിയത്. അത് തന്നെയാ എൻ്റെ അപ്പുറത്തിരുന്ന് കുട്ടിയും കരുതിയത്. പക്ഷേ എല്ലാവരും എനിക്ക് പോയിട്ടും ഞാൻ എനിക്കതായപ്പോൾ പുള്ളിക്കാരി എന്നെ തട്ടി വിളിച്ചു. ഞാൻ അനങ്ങിയില്ല. കുറച്ചു നേരം എന്നെ നോക്കിയപ്പോൾ എൻ്റെ മൂക്കിലൂടെ ബ്ലഡ് പോകുന്നു കണ്ടു. എനിക്ക് പരീക്ഷയൊക്കെ എഴുതുമ്പോൾ ചെറിയ പേടി വരുമ്പോഴാണ് ഈ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത്. ഇത് കണ്ടതും പുള്ളിക്കാരെ എന്നെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഒരു ടീച്ചർമാരുടെയോ സഹായം ഇല്ലാതെ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് എന്നെ രക്ഷിച്ചതാ. അതിനുശേഷം എനിക്ക് ആഗ്രഹമായി എന്നെ രക്ഷിച്ച ആളെ എനിക്കൊന്ന് കാണണമെന്ന്. അങ്ങനെ അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ കാത്തിരുന്നു. ഡോക്ടർ പരീക്ഷ എഴുതണ്ട, സ്കൂളിൽ പോകണ്ട, റെസ്റ്റ് എടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. എനിക്കപ്പം എന്നെ രക്ഷിച്ച ആളെ കണ്ടേ പറ്റൂ. അങ്ങനെ എങ്ങനെയൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ സ്കൂളിലെത്തി. എക്സാം എഴുതാൻ എന്നപ്പോൾ എൻ്റെ അപ്പുറത്ത് വന്ന ആ പെൺകുട്ടി വീണ്ടും ഇരുന്നു. ഞാൻ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ഹൃദയടുപ്പിൻ്റെ വേഗത ഞാൻ അറിയാതെ ഞാൻ ആ മുഖത്ത് നോക്കിയിരുന്നു പോയി. ആൻഡ് ദാറ്റ് ഡേ ഞാൻ മനസ്സിലാക്കി, ഷീ ഈസ് മൈ ഫ്യൂച്ചർ ആൻഡ് ഷീ ഈസ് മൈൻ. അന്ന് വൈകുന്നേരം സംസാരിക്കണമെന്നും കരുതി ഞാൻ പുള്ളിക്കാരുടെ അടുത്തേക്ക് പോയപ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ മനസ്സ് തകർന്നത്. അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇത്ര ചെറുപ്പത്തിലോ? ചെറുപ്പാണെന്ന് ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞേച്ച എൻ്റെ പെണ്ണ് 10ാം ക്ലാസ്സിലായിരുന്നു. അത്ര പ്രായ വ്യത്യാസോ? അപ്പോ അതെങ്ങനെ നടക്കാനാ? ഇപ്പോൾ അവള് കല്യാണം കഴിച്ചു പോയി കാണില്ലേ? ഇല്ലല്ലോ, അവളെ കല്യാണം കഴിക്കാതെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അതാരാപ്പ ഞാൻ കാണാത്ത പെണ്ണ്? ദാ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കല്ലേ. കണ്ണ, ഒരുപാട് ഇഷ്ടമായിരുന്നെടി നിന്നെ. ഇപ്പോഴും അന്ന് നിനക്ക് വേറെ പ്രണയമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാനമ്മയും ഈ നാട്ടിൽ നിന്ന് മാറിയത്. പക്ഷെ ഒരിക്കലും അതിൻ്റെ പേരിലാണ് ഞാൻ മാറിയെന്നൊന്നും അമ്മയോട് പറഞ്ഞില്ല. പിന്നെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇങ്ങോട്ട് വീണ്ടും തിരിച്ചു വന്നത്. അന്ന് നിന്നെ വീണ്ടും കാണുമെന്നോ സംസാരിക്കുമെന്നോ ദാ ഇത്ര വരെ എത്തുമെന്നോ ഞാൻ കരുതിയില്ലായിരുന്നു. അത്രയും പേരുടെ മുമ്പിൽ നിന്ന് നീ അന്ന് കരഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ചങ്ക് പിടഞ്ഞിട്ടുണ്ട്. ഒന്ന് നിൻ്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് കരയില്ലേ എന്ന് പറയണമെന്ന് തോന്നിയിട്ടുണ്ട്. എന്തിന് ഇപ്പോൾ കൂടി നിൻ്റെ അടുത്ത് എന്നും ഉണ്ടാവണമെന്ന് തോന്നുന്നുണ്ട്. ഒരിക്കലെങ്കിലും എൻ്റെ ഈ പ്രണയം ഒന്ന് സ്വീകരിക്കോ? കണ്ണ, നീ പറയുന്നത് വലിയ തെറ്റായ കാര്യമാണ്. ഇത്രയും പ്രായം വ്യത്യാസമുള്ളപ്പോൾ നമ്മൾ പ്രണയിച്ചാൽ ശരിയാവില്ലടാ. ഒന്നാമത്തെ കാര്യം, നാട്ടുകാർ ഓരോന്നും പറയും. ഇപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ചീത്തപ്പേരുണ്ട്. ഇനിയിപ്പം കുഞ്ഞു പയ്യനെ കൂടെ നടത്തി പ്രണയിച്ച് എന്നൊക്കെ വരും കണ്ണ. നീ ഇത് മറന്നേക്ക്. നാട്ടുകാരുടെ ക്ഷേമവും ഐശ്വര്യവും നോക്കി നടന്നിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ഒന്നും നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് എന്ത് വേണ്ടത് അത് നമ്മളായിട്ട് തന്നെയല്ലേ നേടിയെടുക്കേണ്ടത്. ഇത്രയും കാലം ഞാൻ പറയാണ്ടിരുന്നത് നിന്നെനിക്ക് നഷ്ടമാവുമോ എന്ന് പേടിച്ചിട്ടാ. പക്ഷേ ഇനി പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാര്യമില്ല. എനിക്കും പ്രായം കൂടി വരുവാ. നിന്നെ പ്രണയിക്കാൻ എനിക്ക് വേറെ ആരുടെ അനുവാദം വേണ്ട, നിന്റെ മാത്രം മതി. അത് നീ മനസ്സിലാക്കുക.
ഇപ്പോഴും നീ എന്നെ അനിയനായിട്ട് തന്നെയാണോ കാണുന്നേ? കണ്ണ, ഞാൻ പറയ്. എന്തിനാ ഇങ്ങനെ ഓരോ മോഹങ്ങളും സ്വപ്നങ്ങളും? എൻ്റെ ജീവിതത്തിൽ പ്രണയം, സ്നേഹം ഇതൊന്നും എനിക്ക് കിട്ടില്ല. എനിക്കത് വിധിച്ചിട്ടില്ല. അതെനിക്ക് കിട്ടിയ വേഗം ദൈവം തിരിച്ചുവിടും. അതുകൊണ്ടാ ഇതൊന്നും വേണ്ട കണ്ണ. അപ്പോഴും തികച്ചും നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്നോ നീ എന്നെ സഹോദരനായി കാണുന്നില്ലെന്നോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാ നിനക്ക് എന്നെ ഇഷ്ടമാണ്. I love you. I love you too. You know what, Vaidu? You are my crazy love. എൻ്റെ ഭ്രാന്തമായ പ്രണയമാണ് നീ. കാലങ്ങൾക്കിപ്പുറം ഇത്രയും കാലം നിന്നെ ഒരാളെ മാത്രം മനസ്സിലിട്ട് നടക്കുന്ന ഒരു ഭ്രാന്തനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നമ്മുടെ പ്രണയത്തെ എൻ്റെ മാത്രം ഭ്രാന്തമായ പ്രണയം എന്ന് വിളിക്കാൻ ഇഷ്ടം. മൈ ക്രേസി ലവ്. சூடினாய் கோலமுத்தத்தில் களையத்தான் கூரைப்பட்டி ஏன் உடுத்தினாய் கூடல் பொழுதில் கசங்கத்தான் மங்கை கூந்தல் மலர்கள் எதற்கு கட்டில் மேலே நசுங்கத்தான் தீபங்கள் அடிப்பதே புதிய பொருள் நாம் தேடத்தான் நெஞ்சினிலே ജീവിതത്തിൽ സ്നേഹവും കരുതലും ഒന്നും കിട്ടാത്ത ഒരു പെൺകുട്ടിക്ക് അത് കിട്ടിയപ്പോഴുണ്ടായ സന്തോഷവും അത് നഷ്ടമാകുമോ എന്നുള്ള വിഷമവും അവളിലുണ്ടായിരുന്നു. എങ്കിലും അവളും അവനെ പ്രണയിച്ചിരുന്നു. വീണ്ടും 1 വർഷം കടന്നുപോയി. അവരിലെ പ്രണയം തീവ്രമായിക്കൊണ്ടിരുന്നു. നീ കളഭമാടുന്ന നേരം ആ പരിമളം നന്ദമെൻ ഹൃദയം തഴുകി അഴകേ സമയമേ നീ ഒഴുകി നീതിവിടെ മതിവരെ നിന്നു തരൂ നിറയുക സിരകളിൽ അനുപമലഹരികളെ പകലിലേറെ അഴകുമായി വരുമൊരതിശയരാവു തരും സുഖമിതു മറയരുതിനെ ഒരു പിറവി വരെ കാതിലൂരമാരോ പാടി മഞ്ഞിൽ മായല്ലേ പാഴ്മഞ്ഞിൽ വീഴല്ലേ ആകാശം കാണല്ലേ ആരോടും മിണ്ടല്ലേ തൂമഞ്ഞേ മായല്ലേ പാഴ്മഞ്ഞിൽ വീഴല്ലേ ആകാശം കാണല്ലേ ആരോടും മിണ്ടല്ലേ. കണ്ണാ, നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താടാ? പറയണോ? പറയടാ. മഞ്ഞ ചെരടില് അകപ്പെട്ട് കിടക്കുന്ന ഒരു താലി അതുതാ നിന്റെ ഈ കഴുത്തിൽ എങ്ങനെ ഇടണമെന്ന്. എന്നെ കല്യാണം കഴിക്കുന്നതാണോ അപ്പൊ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം? പിന്നല്ലാതെ എന്റെ 10ാമത്തെ വയസ്സിൽ തുടങ്ങിയതാ ആ ആഗ്രഹം. അത് സഫലീകരിക്കാതെ എനിക്കിനി ഉറക്കമില്ല പെണ്ണേ. കണ്ണ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത് എന്താണെന്നറിയോ? ഈ സ്നേഹം എന്നെ വിട്ടു പോകരുത്. മരണം വരെ നീ എൻ്റെ കൂടെ കാണണം. ജീവിതത്തിൽ ഇതുവരെ സ്നേഹം അനുഭവിക്കാത്തൊരു പെൺകുട്ടിക്ക് ആദ്യമായിട്ട് ദൈവം ഒരു അവസരം തന്നതാ. അത് നിന്റെ രൂപത്തിൽ. അതിനെനിക്കിനി നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ല. ആരൊക്കെ തടഞ്ഞാലും ആരൊക്കെ നമ്മുടെ ഇടയിൽ വന്നാലും നീ എൻ്റേത് മാത്രം ആവണം. ഞാൻ നിന്റേത് മാത്രമല്ലേ പെണ്ണെ. ഈ വൈദേഹി ഈ ശ്യാമിന്റെ മാത്രമാണ്. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കടി. നീ 10ാം ക്ലാസ്സിൽ പഠിച്ച സമയത്തെ എന്നെ ആദ്യമായി കണ്ടപ്പോ എന്തിനാ നീ കരഞ്ഞത്? നീ കരയുന്നത് കണ്ടിട്ട്. എന്താ? ഞാൻ ഇഷ്ടപ്പെടുന്ന ആള് എന്റെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ കരയുന്ന കണ്ടപ്പോ എനിക്കും കാർച്ചില്ലെന്നു. എനിക്ക് സഹിക്കില്ല നിന്റെ ഈ കണ്ണീന്ന് കണ്ണീര് വരുന്നത് കാണാൻ. അപ്പോ
അന്ന് ഗീതേച്ചി എന്നെ നിന്നോട് ചേച്ചിയായിട്ട് കാണാൻ പറഞ്ഞപ്പോൾ നീ എന്തിനാ ദേഷ്യപ്പെട്ടു പോയത്? അതിലേക്ക് ദേഷ്യം വന്നിട്ട്, കാരണം ഞാൻ പ്രണയിക്കുന്ന ആളെ എനിക്ക് ചേച്ചിയായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ കണ്ണ? ചോദിക്കടി. അല്ലടാ, ഇത്രയും പ്രായമുള്ള എനിക്ക്. എടി, നിനക്ക് എത്ര പ്രായം ഉണ്ടെന്നാ പറയുന്നത്? വെറും 5 വയസ്സ് ഡിഫറൻസ് അല്ലേ? ബാക്കി എത്ര പേര് എത്ര വയസ്സ് ഡിഫറൻസിൽ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇതൊന്നും നീ സംസാരിക്കണ്ട. പക്ഷെ ഞാൻ പറയട്ടെ. ആ പറ. എനിക്ക് ഒരു 75 വയസ്സാവുമ്പോൾ നിനക്കൊരു 70 വയസ്സാവും എന്ന് പറഞ്ഞാൽ ഞാൻ നല്ലോണം പ്രായമാവും. ആ സമയത്ത് എൻ്റെ ഭംഗിയൊക്കെ പോയാൽ ഞാൻ ഉപേക്ഷിച്ചു പോവും. ആ, പോവും. കണ്ണ. ഓ എടി പെണ്ണെ, എത്ര തവണ ഞാൻ പറയണം, നിന്റെ സൗന്ദര്യത്തെക്കാൾ ഞാൻ സ്നേഹിച്ചത് നിന്റെ മനസ്സിനെയാണെന്ന്. അത് മനസ്സിലാക്കി പോത്തെ. ദേ, കൂടുതലങ്ങനെ കാണിക്കരുത്, ഞാൻ ഉമ്മൻ തരൂ കേട്ടോ. അയ്യടാ, ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? നോക്കേ, ഈ ബോഡി മൊത്തം എന്റെയാ, എന്റേത് മാത്രം. കല്യാണം കഴിയാണ്ട് ഞാൻ ഒന്നിനും സമ്മതിക്കില്ല. അപ്പോൾ അന്ന് കഴിഞ്ഞത്? അത് പിന്നെ അന്ന് ഒന്നും പറയണ്ട. ഹാ, കൺട്രോള് കളഞ്ഞ് ഇവിടെ വാടി. ദുഷ്ട, എന്റെ ചുണ്ട് പൊട്ടിച്ചു. സാരില്ല, ഇടയ്ക്ക് പൊട്ടുന്നത് നല്ലതാ. നല്ല ടേസ്റ്റ് എന്റെ ചോരയ്ക്ക്. ഓ, ഇതിനെ കൊണ്ട്. ഏയ്, ഫോൺ അടിക്കുന്നു, മിണ്ടായിട്ടിരിക്കേ. ഹലോ അമ്മ, പറ. അമ്മയല്ല മോനെ, ഞാനാ ദാസൻ ചേട്ടൻ. ആ, ദാസൻ ചേട്ടൻ എന്താ അമ്മയുടെ ഫോണില്? എടാ മോനെ, അമ്മയ്ക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മോനൊന്ന് വേഗം വാട്ടോ സിറ്റി ഹോസ്പിറ്റലിലോട്ട്. ആണോ? ഞാൻ ദാ വരുന്നു. എന്തു പറ്റി കണ്ണ? ആരെ വിളിച്ചേ? അത് അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന. ഞാൻ വേഗം ഹോസ്പിറ്റലിൽ പോട്ടെ. ഞാനും വരണോ? വേണ്ട, നീ ഇവിടെ ഇരുന്നാൽ മതി. ഞാൻ എന്താന്ന് വെച്ചാൽ വിളിച്ചിട്ട് പറയാം. ആ, ശരി. ഹലോ, എന്തായി? ആ, അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അമ്മനെ ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോവാം. അവിടെ ആകുമ്പോൾ പിന്നെ കുറേ പേരുണ്ടല്ലോ നോക്കാനായിട്ട്. ഇതൊറ്റയ്ക്കായതുകൊണ്ടാ. അതെയോ? പിന്നെ എന്നാ വരുന്നേ? ഞാൻ എന്തായാലും ഒരു മാസം കഴിഞ്ഞിട്ട് വരാം. ഇപ്പോൾ ഇവിടെ നിന്നല്ലേ പറ്റൂ. ആ, ശരി. ആ, പിന്നെ ഞാൻ അവിടെ ഇല്ലെന്നും പറഞ്ഞ് അങ്ങനെ എന്നെ സ്നേഹിക്കാണ്ടിരുന്ന. ഒന്ന് പോകണ്ട. ഞാൻ വിളിക്കാടി. ശരി, എന്നാ ഓക്കെ ആയിട്ടിരിക്കണേ. ആ, നെയ് കഴിക്കണം. കഴിക്കാടി. ബൈ. ബൈ. ഇതിപ്പോൾ ഒരാഴ്ച ആയുള്ള കണ്ണൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചെടുക്കുന്നതുമില്ല. ഈശ്വര, എന്തെങ്കിലും പറ്റിക്കാണോ? ദൈവമേ, ഗീതേജിക്കൊന്നും വരത്തില്ലേ. ദിവസങ്ങൾ കടന്നുപോയി. പിന്നീട് അത് മാസങ്ങളുമായി. എങ്കിലും കണ്ണൻ്റെ ഒരു വിളിക്ക് വേണ്ടി അവൾ കാത്തിരുന്നു. പക്ഷെ കണ്ണൻ അവളെ വിളിച്ചതേയില്ല. ഇതിപ്പം ആരുടെ അടുത്തെന്ന് വെച്ചിട്ടാ ചോദിക്കുക കണ്ണൻ്റെ വീട് എവിടെയാണെന്ന്? ഇവിടെ ആരെങ്കിലോടും ചോദിച്ചാൽ അവരാരെങ്കിലും പറയോ? നാരായണേച്ചി. നീ എന്താ ഇവിടെ? അത് ഗീതേച്ചിയുടെ വീട് എവിടെയാണെന്നറിയോ? ദേ അപ്പുറത്തല്ലേ? അതല്ല, ഗീതേച്ചിയുടെ വീട്. അത് പാലക്കാട് ഒറ്റപ്പാലത്താ. ആ, ശരി. എന്തിനാ? ഒന്നുമില്ല. ഈശ്വര, ഗീതേച്ചിക്ക് എന്തെങ്കിലും. മോളെ, ഗീതേച്ചി. ആരാ ഗീതേച്ചി മരിച്ചത്? മോള് വാ. ഗീതേച്ചി, ഇതെന്റെ സ്വപ്നാണെന്ന് പറ. എന്റെ സ്വപ്നാണെന്ന് പറ ഗീതേച്ചി. എന്റെ മോളെ, എന്റെ മരിച്ച മോളെ.
നീ എന്താ കണ്ണെ കാണിച്ചത്? നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് സഫലീകരിക്കണമെന്ന് നീ പറഞ്ഞിട്ട് അവസാനം വരെ കൂടെ കാണുന്നു പറഞ്ഞിട്ട് മോളെ ഗീതേച്ചി, ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും? ഗീതേച്ചി അറിയാൻ ഒരുപാട് വൈകിപ്പോയി. പക്ഷെ അവനായിട്ട് തന്നെ എന്നോട് പറഞ്ഞതു. അവനെ വേണ്ടി കല്യാണം ആലോചിച്ചപ്പോൾ അവൻ എന്നോട് പറയാ അവൻ ഒരാളെ ഇഷ്ടമാണെന്ന്. 20-26 വർഷത്തോളമായി അവൻ ആളെ പ്രണയിക്കുന്നു എന്ന്. സൂക്ഷിച്ച് പതിയെ കിടക്കമ്മേ. കണ്ണ, അമ്മ ഒരു കാര്യം പറഞ്ഞോട്ടേടാ. അമ്മ പറയ് കേൾക്കട്ടെ. എനിക്കിപ്പോ എത്ര വയസ്സായെന്ന് എന്റെ കുഞ്ഞിനറിയോ? ഓ അറിയാലോ. എന്തേ? ദേ കണ്ണ, അമ്മ തമാശയല്ല പറയുന്നത്. ഒരു അറ്റാക്കാണ് ഇപ്പൊ വന്നു പോയത്. ഞാൻ മരിച്ച എന്റെ മോന് ആരും ഉണ്ടാവില്ല. ഇത്രയും കാലം ഞാനുണ്ടായിരുന്നെന്ന് പറയാം. എനിക്കിനി ആയുസുണ്ടോന്ന് പറയാൻ പറ്റില്ല. ഒന്ന് പോ അമ്മേ. എങ്ങനെ ഞാൻ ആദ്യം തട്ടിപ്പോയാലോ? കണ്ണ, സന്ധ്യാസമയത്ത് ഈ വക വർത്താനങ്ങളൊന്നും പറയരുത്. അപ്പൊ അമ്മ എന്തീ പറയുന്നത്? ഞാൻ കാര്യം പറഞ്ഞതാണ്. ആ ഞാനും. ഓ കണ്ണ, നീ എന്നായിട്ട് തർക്കിക്കാണ്ട് ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഓ അങ്ങോട്ട് പറയേ. നീ ഒരു കല്യാണം കഴിക്കണം. ഞാൻ പോയാലും നിനക്കൊരു കൂട്ട് വേണം. അത് അമ്മയുടെ ആഗ്രഹം. മരിക്കുന്നതിനേക്കാൾ മുമ്പ് എന്റെ മോന്റെ കല്യാണം എനിക്ക് നേരിട്ട് കാണുന്ന ഒരു ആഗ്രഹമുണ്ട്. നീ അതൊന്ന് സാധിച്ചു തരോ കണ്ണ? സാധിച്ചു തരാലോ. പക്ഷേ ഞാൻ പറയുന്ന പെണ്ണിനെ എനിക്കമ്മ കല്യാണം കഴിപ്പിച്ചു തരോ? നിനക്ക് പ്രണയമുണ്ടോ? ഉണ്ട്. ആരാ കക്ഷി? കക്ഷി ആരാന്ന് പറഞ്ഞ സമ്മതിക്കോ? അതെന്ത് ചോദ്യ കണ്ണ? നിനക്ക് ഇഷ്ടപ്പെട്ട ആളെ നീ തന്നെ കണ്ടുപിടിച്ചത്. അത് പിന്നെ ഞാൻ സമ്മതിക്കാണ്ടിരിക്കോ? എങ്കിൽ ഞാൻ പറഞ്ഞ കക്ഷി വൈദുവാ. കണ്ണ, നീ വേണ്ടെന്ന് മാത്രം പറയരുതമ്മ. അത്രയും ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ 10ാമത്തെ വയസ്സിലാണ് ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത്. അമ്മ വിചാരിക്കുന്നത് പോലെ എനിക്ക് ആ സ്കൂളിൽ പഠിക്കാൻ പേടിയായിട്ടോ മടിയായിട്ടോ അല്ല ഞാൻ ഇവിടുന്ന് മാറി വേറെ സ്കൂളിൽ പോവാന്ന് പറഞ്ഞത്. അത് വൈദുവിന് വേറെ പ്രണയമുണ്ടെന്ന് കണ്ടപ്പോഴാ. ഇപ്പൊ അവൾക്ക് ആരുമില്ല. അവൾ ഒറ്റയ്ക്ക് ആരുടെയൊക്കെ തുണ തേടി നിൽക്കുന്ന ഒരു പെണ്ണ്. ഇനിയും എന്റെ പ്രണയം വേണ്ടാന്ന് വെക്കാൻ എനിക്ക് പറ്റില്ല അമ്മ. ഒരുപാട് തവണ ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചതാ ഒരിക്കലും വൈദു എന്റേതാവില്ലെന്ന്. പക്ഷെ ഇപ്പൊ അവൾക്കും എന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് ആർക്കും വേണ്ടത് വിട്ട് കളയാൻ പറ്റില്ല അമ്മ. ഇപ്പോ അവൾ എന്റെ ലോകമാ. ആ ലോകത്തെ മറന്ന് എനിക്കിനി ഒരു ജീവിതം വേണ്ട. ഉറപ്പാണ്. ഇത് യഥാർത്ഥമായ പ്രണയം തന്നെയാണോ കണ്ണ? അതോ അവളുടെ ഭംഗി കണ്ട് വീണതാണോ? അമ്മയുടെ മോനെ അമ്മ എങ്ങനെ വളർത്തിയെന്ന് അമ്മയ്ക്കറിയാലോ. ഒരിക്കലും ഒരാളുടെയും സൗന്ദര്യം കണ്ട് ഈ കണ്ണ് വീഴില്ലെന്ന് ഞാൻ അവളുടെ മനസ്സ് കണ്ടിട്ടാ വീണത്. അമ്മയ്ക്ക് തന്നെ അറിയാവുന്നതല്ലേ നമ്മുടെ വൈദു എങ്ങനെയാണെന്ന്? അറിയാടാ, അവൾ എനിക്ക് സ്വന്തം അനിയത്തി പോലെയായിരുന്നു. ഇനിയിപ്പോ മരുമോളായിട്ട് സ്വീകരിക്കുന്നതിലും എനിക്കൊരു പ്രശ്നവുമില്ല. ശരിക്കും? ആടാ, നിന്റെ ഇഷ്ടമല്ലേ ഈ അമ്മയുടെ ഇഷ്ടം? അമ്മ ഐ ലവ് യു. എല്ലാം തുറന്നു പറഞ്ഞ് സന്തോഷത്തിൽ നിൽക്കായിരുന്നു എൻ്റെ കുട്ടി. നിന്നെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുമ്പോഴാണ് അവൻ്റെ മൂക്കിൽ നിന്നൊക്കെ രക്തം വരുന്നത് ഞാൻ കണ്ടത്. എൻ്റെ കുഞ്ഞിന് അർബുദമായിരുന്നു. കുഞ്ഞുനാളിലും 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവൻ ആദ്യമായിട്ട് അർബുദമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത്. ഉള്ള പൈസ എല്ലാം വിറ്റുപിറക്കി ആ ചികിത്സ നടത്തി എൻ്റെ കുഞ്ഞ് രക്ഷപ്പെട്ടു. അങ്ങനെയാ ഞങ്ങൾ എല്ലാവരെയും ആ ഡോക്ടറെ വിശ്വസിപ്പിച്ചത്. പക്ഷേ മുഴുവനായും അവൻ്റെ ശരീരത്തിൽ നിന്ന് അത് പോയില്ലായിരുന്നു. അതറിയാൻ അവനും ഞാനും ഞങ്ങളെല്ലാവരും വൈകിപ്പോയി. അവസാന നിമിഷം ഒരാഴ്ച അവൻ ഹോസ്പിറ്റലിൽ കിടന്നു. ശ്വാസം എടുക്കാൻ പറ്റാതെ രക്തം വാർന്ന്. അങ്ങനെ അപ്പോഴൊക്കെ നിന്നെ അറിയിക്കണ്ടെന്ന് അവൻ പറഞ്ഞത്. നീ ചങ്ക് പൊട്ടി കരയുന്നത് കാണാൻ അവന് പയ്യെന്ന്. ഇന്ന് ഇതെടുക്ക്. ഇതവൻ നിനക്ക് തന്നതാ. നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താടാ? മഞ്ഞ ചരടില് അകപ്പെട്ട് കിടക്കുന്ന ഒരു താലി. അതുതാ നിന്റെ ഈ കഴുത്തിൽ എങ്ങനെ ഇടണമെന്ന്. നിർഭാഗ്യയാണ് ഞാൻ, ഭാഗ്യമില്ലാത്തവൾ, ജീവിതത്തിൽ ഒന്നും തന്നെ സ്വന്തമാക്കാത്തവൾ.
ഒന്നിനു വേണ്ടിയും വാശി പിടിച്ചിട്ടില്ല. ആദ്യമായും അവസാനമായും വാശി പിടിച്ചതിന് നീ തന്നെ എന്നിൽ നിന്ന് പറിച്ചെടുത്തു. എന്തിനാ ഇങ്ങനൊരു ജീവിതം? ചത്ത് ജീവിച്ച് ഇങ്ങനെ തീർക്കാനാണോ? ഒരിക്കലും ഞാൻ തോൽക്കില്ല. എനിക്ക് ജീവിക്കണം. എൻ്റെ കണ്ണിൻ്റെ ഭാര്യയായിട്ട് ഇനിയുള്ള കാലം ഞാനിവിടെ ജീവിക്കും. കൂടെ ഉണ്ടായിരുന്ന 1 വർഷം മാത്രം മതി. ജീവിതകാലം മുഴുവൻ ഓർത്തു വെക്കാനുള്ളത് അവൻ എനിക്ക് തന്നിട്ടാ പോയത്.